ചേട്ടാ, ഇനി അടുത്ത ഒരു നിയമസഭാ ഇലക്ഷനിലേക്കാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും ഇപ്പോഴേ സജ്ജമൊരുക്കിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ പുതിയ സ്ഥാനത്തേക്ക് വരുന്നു. അതേപോലെ കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ തന്നെ പുതിയ യോഗങ്ങളൊക്കെ കൂടുന്നു. പല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജില്ലാ സമ്മേളനങ്ങളാണെങ്കിലും ആ ഒരു രീതിയിലേക്ക് അവരും കരുത്താർജിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും CPM-ന് നല്ല രീതിയിലൊരു പിന്നോട്ട് പോക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് കേരളത്തിലും ആ ഒരു കരുത്ത് കുറയ്ക്കാൻ അല്ലെങ്കിൽ കരുത്ത് കുറയുമെന്ന ആശങ്കയിൽ വീണ്ടും കരുത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പം CPM-ന്റെ പാർട്ടി കോൺഗ്രസ് വരാൻ പോവുകയാണ്. പാർട്ടി കോൺഗ്രസ് വരാൻ പോകുമ്പോൾ പുതിയ ജനറൽ സെക്രട്ടറി ആരാണ്, അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി മരണപ്പെട്ടതിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ പാർട്ടി തിരഞ്ഞെടുത്തിട്ടില്ല. കാരണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ പാർട്ടിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ശക്തനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിൽക്കുന്നുണ്ട്. പിണറായിയുടെ ഭാഗം കൂടെ കേൾക്കാതെ അല്ലെങ്കിൽ പിണറായിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ജനറൽ സെക്രട്ടറി ആക്കാൻ എന്തായാലും CPM ഇപ്പോൾ തയ്യാറാവില്ല. അഖിലേന്ത്യാ പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മാത്രമാണ് ഉള്ളത് എന്നും ഫണ്ട് വരണമെങ്കിൽ അത് കേരളത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ഫണ്ട് വരാനുള്ള സാധ്യത ഉള്ളൂ എന്നും കൃത്യമായിട്ട് CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പ്രകാശ് കാരാട്ടിനെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കാൻ കഴിയുമോ എന്നൊരു കാര്യം CPM ഈ കാര്യത്തിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രകാശ് കാരാട്ട് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് താൻ വീണ്ടും ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നില്ല, പുതിയ ആരെങ്കിലും ഒക്കെ ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വൃന്ദ കാരാട്ടിനെ പോലെ, പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായിട്ടുള്ള വൃന്ദ കാരാട്ടിനെ പോലെ ഒരു വനിതാ ജനറൽ സെക്രട്ടറി CPM-ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് നേതാക്കന്മാരുടെ പേരുകൾ, MA ബേബിയെ പോലുള്ള ആളുകളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നും പിണറായി വിജയന് അതാണ് കൂടുതൽ താല്പര്യമെന്നുമുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ചോദിച്ച വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബംഗാളിലും ത്രിപുരയിലും CPM തകർന്നടിഞ്ഞതുപോലെ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭയം പാർട്ടിയെ പിടികൂടിയിട്ടുണ്ട്. നോക്കൂ, ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? ബംഗാളിൽ വളരെ ശക്തമായ ഒരു ഭരണം, തുടർച്ചയായി 10-30 വർഷം ഒരു പാർട്ടി ഒരു സംസ്ഥാനം ഭരിക്കുകയാണ്. അങ്ങനെ ഭരിക്കുന്ന സമയത്താണ് ഒരു തൊഴിലാളി വർഗ കർഷക അനുകൂലമായിട്ടുള്ള ഒരു പാർട്ടി എന്ന ലേബലിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാർ പെട്ടെന്ന് സിംഗൂരിലും അതുപോലെ തന്നെ നന്ദിഗ്രാമിലും ഒക്കെ കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയും കർഷകരെ ഈ പറയുന്ന സംസ്ഥാന വിരുദ്ധർ എന്ന രീതിയിലൊക്കെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്ത് വലിയ ക്രൂരത കാണിച്ചപ്പോഴാണ് അവിടെ CPM ഒന്നുമല്ലാതായി പോയത് എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ കാര്യമാണ്. അതിനുശേഷം ബംഗാളിലെ പാർട്ടി ഓഫീസുകൾ പോലും BJP-യുടെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ ഓഫീസുകളായി മാറുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇപ്പം ഈ നേരെ മണിപ്പൂരിലേക്ക് വരും, ഈ ത്രിപുരയിലേക്ക് വരും. ത്രിപുരയിൽ മണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ CPM-ന് വലിയൊരു ഒരു തുടർച്ചയായിട്ടുള്ള ഭരണം അവിടെ കിട്ടിയിരുന്നു. അവിടെ ഒരു വലിയ അഴിമതിയൊന്നും ആയിരുന്നില്ല CPM-നെ അവിടെ ബുദ്ധിമുട്ടിലാക്കിയത്. കാരണം ഈ വികസനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. വികസനമില്ല, വികസന മുരടിപ്പ്, അവിടുത്തെ റോഡുകൾ പോലും നാഷണൽ ഹൈവേ റോഡുകൾ പോലും വലിയ ബുദ്ധിമുട്ടിലാണ്. ആവശ്യമുള്ള സ്ഥലമേറ്റെടുപ്പ് നടക്കുന്നില്ല. നാഷണൽ ഹൈവേ BJP-യുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ വന്നു. വികസനം എന്താണ് എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകൾ വന്നു. അതിനുശേഷമാണ് അവിടുത്തെ വികസന മുരടിപ്പൊക്കെ ചർച്ചയിൽ വന്നതിന് ശേഷം ഒറ്റയടിക്ക് ഒരു ഷിഫ്റ്റ് അവിടെ ഉണ്ടാവുകയും വിപ്ലവ് കുമാർ ദേവ് എന്ന് പറയുന്ന നേതാവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJP അവിടെ വരികയും അവിടെ BJP ഭരണം പിടിക്കുകയും ചെയ്തു. ഇപ്പൊ നടന്ന തദ്ദേശ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് നടന്ന തദ്ദേശ ഇലക്ഷനിൽ വലിയ വിജയമാണ് ഈ പറയുന്ന ത്രിപുരയിൽ BJP-ക്ക് ഉണ്ടായത്. അതുകൊണ്ട് ത്രിപുരയിലും ഈ പറയുന്നത് പോലെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല എന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താ? കാരണം രണ്ടാം തവണ കൂടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM രണ്ടാം തവണ കേരളത്തിൽ അധികാരത്തിലിരുന്നത്. ഇതുവരെ തുടർച്ചയായ ഒരു പാർട്ടി അധികാരത്തിൽ വന്നിട്ടില്ല. കാരണം ആദ്യ ഒരു സമയം നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്താണെങ്കിലും പിന്നീട് കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും എല്ലാത്തിനും കാരണം ആ ഒരു ടൈമിൽ സർക്കാരിന് പിന്നോട്ട് മാറി നിൽക്കാനുള്ള സാഹചര്യമില്ല. മുന്നോട്ടിറങ്ങിയ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ സർക്കാരിന്റെ അത്ര പ്രവർത്തനങ്ങളെയാണ് ജനങ്ങൾ വിലയിരുത്തിയത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഈ ഭക്ഷണം എത്തിക്കാനാണെങ്കിലും മറ്റു പല കാര്യങ്ങൾക്കാണെങ്കിലും സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് വരികയും പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അതല്ല സ്ഥിതി എന്ന് പറയുന്നത്.
പറയുന്നത്. പല രീതിയിൽ ജനങ്ങളുടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ആർഷ വർക്കർമാരുടെ സമരം തന്നെ എടുക്കാം. അത് തന്നെ ഒരു നിരാഹാര സമരത്തിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് വളരെ ലഘുവായിട്ട് അത് പരിഹരിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഒരു സർക്കാർ വിരുദ്ധത നിലവിൽ ഇവിടെ നിൽപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടി അത് പരിഹരിക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരിന് ഉറപ്പായിട്ടും അത് വലിയൊരു തിരിച്ചടി തന്നെ ആവില്ലേ അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോൾ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു മെയിൻ കാരണം കൊറോണയാണ്. കൊറോണ അത്രമേൽ, അതായത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൊറോണ വന്ന് ജനങ്ങളാകെ അന്താളിച്ചു പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പകച്ചുപോയി. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്നതിനിടയ്ക്കാണ് നമുക്ക് ഈ പറയുന്ന ലോക്ക്ഡൌൺ പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനും അല്ലാതെ, പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യനൊന്നുമല്ല, ഒരു വൈറസിന് മുന്നിൽ മനുഷ്യനൊന്നുമല്ല എന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു അത്. ഒരു ഭീകരമായ ഒരു അവസ്ഥ. മനുഷ്യന് ഒരുപാട് ആളുകൾക്ക് ഡിപ്രഷൻ രോഗങ്ങളടക്കം വന്ന ആ കൊറോണ കാലഘട്ടത്തിന് മുമ്പും കാലഘട്ടത്തിന് ശേഷവും എന്ന് ചരിത്രം അടയാളപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ ലോകത്തെ ആകെ കൊണ്ടുപോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ നമുക്ക് ഈ അടുത്ത കാലത്ത്. പക്ഷേ അതിനുശേഷവും മനുഷ്യന്റെ ജീവിതത്തിൽ കൊറോണ ഏൽപ്പിച്ച ആഘാതങ്ങൾ ഇപ്പോഴും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ കരകയറി വരുന്നതേ ഉള്ളൂ. ഒരുപാട് ആളുകൾക്ക് ആ സമയത്ത് ജോബുകൾ നഷ്ടപ്പെട്ടു, അതിന്റെ പിന്നാലെ ആത്മഹത്യകൾ വർദ്ധിച്ചു. പക്ഷെ വർക്ക് ഫ്രം ഹോം, അതുപോലെ തന്നെ ഈ പറയുന്ന IT മേഖലയിൽ വലിയൊരു വിപ്ലവം തന്നെ ആ സമയത്ത് നടന്നു എന്ന് പറയുന്നതിൽ വലിയ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നന്മ കൂടി ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൃത്യമായി ഇടപെട്ടു, അല്ലെങ്കിൽ മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കി ഈ വൈറസിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റിനെ വലിയ തോതിൽ എന്താക്കിയിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ വലിയ ജനസമ്മതി കൊടുത്തു. കാരണം അതിന് ശേഷമാണെങ്കിലും ഈ ഒരു മെഡിക്കൽ കിറ്റിന്റെ ആണെങ്കിലും പല രീതിയിലുള്ള വിവാദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ മുൻപിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിവാദങ്ങൾ ഇതിനെതിരെയൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ആ ഒരു സമയത്തെ പ്രവർത്തനത്തെ എടുത്തിട്ടായിരിക്കും ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിന് ഇനി അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയൊക്കെ മറന്നു. കാരണം കോവിഡൊക്കെ കഴിഞ്ഞു, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളും അതിനുശേഷം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്രത്തോളം സർക്കാരിനോട് ഇഷ്ടമൊന്നും ഇല്ല ഇപ്പോൾ ജനങ്ങൾക്ക് വേണം എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും അത് ഇപ്പോൾ അങ്ങനെയാണ് കറന്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ദിവസവും ഈ പറയുന്ന പോലെ ചാനലുകൾക്ക് മുന്നിൽ വന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാത്രമാണ് കാണുന്നത്. ആദ്യം 2 ദിവസം ആരോഗ്യമന്ത്രി നടത്തിയെങ്കിൽ പിന്നീട് പിണറായി വിജയനാണ് നടത്തിയത്. കാരണം അത് വളരെ ഡിമാൻഡബിൾ ആയിരുന്നു ആ ഒരു സമയത്ത്. കാരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ ഗവൺമെന്റ് അടുത്തൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അത് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ജനമനസ്സുകളിൽ പതിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതുകൊണ്ട് തന്നെ 100ഓളം സീറ്റുകൾ നേടിക്കൊണ്ട് 99 സീറ്റിന്റെ അടുത്ത് നേടിക്കൊണ്ട് CPM വീണ്ടും അധികാരത്തിൽ വരുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുന്ന സമയത്ത് വലിയ തോതിലുള്ള ഒരു CPM ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ, തൊഴിലാളി വർഗ പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് ഭരിക്കുന്നതിന് ആ ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത്, ഇനി ഏതെങ്കിലും ഒരു വലതുപക്ഷ ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വലിയ വിവാദങ്ങൾ വന്നു, വീണ വിജയനുള്ള പ്രശ്നങ്ങൾ വന്നു, പിണറായി വിജയനെതിരെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ഓരോ മിനിസ്റ്റേഴ്സിനെതിരെയും വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഓരോ മന്ത്രിമാർക്കെതിരെയും വലിയ അഴിമതി പ്രശ്നങ്ങൾ വന്നു. ഈ കോവിഡ് കാലത്ത് വന്നിട്ടുള്ള ഈ മാസ്കിന്റെ അഴിമതി കാര്യങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ മെഡിക്കൽ കോളേജിലും ആവശ്യത്തിന് മരുന്നില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ഈ പറയുന്ന ഡോക്ടർമാരുടെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, ഡോക്ടർമാരുടെ ഈ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, അവർക്ക് കയ്യബദ്ധം പറ്റിയിട്ടുണ്ടാകുന്ന മരണങ്ങൾ തുടങ്ങി ആരോഗ്യ മേഖലയാകെ കുത്തുപാളയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. നേരെ തിരിച്ച് പോലീസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് അഴിച്ചുവിട്ട പോലത്തെ അവസ്ഥയിലേക്ക് പോയി. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് കുതിച്ചു ഉയരുകയാണ്. ഒരു കാര്യവും ആ മേഖലയിൽ ചെയ്യുന്നില്ല. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ കൂട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ പെട്രോൾ ഡീസലിന്റെ 1 രൂപ നികുതി വർദ്ധിപ്പിക്കുകയും, പക്ഷെ എന്നിട്ടും അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കും, 100 രൂപ വെച്ച് കൂട്ടുമെന്ന് പറഞ്ഞിടത്ത് 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിടത്ത് അത്തരത്തിൽ ഒരു തരത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പോ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് പോയി. തന്നെ തുടങ്ങി വെച്ച് പല പദ്ധതികൾക്കും ബഡ്ജറ്റിൽ യാതൊരുവിധ പങ്കും മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയുന്നതും ശ്രദ്ധാർഹമാണ്. പിന്നെ ഈ അടുത്തൊരു യാത്ര നടത്തിയല്ലോ, എല്ലാ പരാതികളും പരിഹരിക്കാൻ വേണ്ടി ഒരു യാത്ര നടത്തി. ആ പദ്ധതിയിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ പോയി കൊണ്ടുകൊടുത്ത പരാതികളൊക്കെ ചവിട്ടുകൊട്ടി തള്ളിയ അവസ്ഥയായിരുന്നു. കൃത്യമായി ആ ഒരു പരിപാടി സമർപ്പിച്ചിട്ടുള്ള പരാതികളിൽ എത്ര എണ്ണം പരിഹരിച്ചു എന്നുള്ളത് ഇപ്പോഴും സർക്കാർ പുറത്തുവിടുന്നില്ല. അതിന്റെ കണക്കുകൾ ചോദിച്ചിട്ട് പുറത്തുവിടുന്നില്ല. ഒരു മന്ത്രിക്ക് ഡയറക്റ്റ് കൈമാറിയ ഒരു
പരാതി വേസ്റ്റ് ബിന്നിൽ നിന്ന് കിട്ടിയ ഒരു അവസ്ഥയൊക്കെ മന്ത്രി ബിന്ദുവിന് കൊടുത്ത ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ കൊടുത്തൊരു പരാതി വേസ്റ്റ് ബിന്നിലാണ് കണ്ടത്. അപ്പൊ നമ്മൾ പണ്ടൊരു സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം ഒരാൾ കൊടുത്തിട്ട് ദിലീപ് പറയുന്നുണ്ട് അച്ഛനെ കൊണ്ട് കൊടുക്കൂ, അടുത്ത അവിടെ കാണാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് അവിടെ. ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ജനങ്ങൾക്ക്. ഇത് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതം ആകെ മനുഷ്യൻ വലിയ പ്രശ്നങ്ങളിലേക്ക്, വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോയിരിക്കുന്നു ഈ ഗവൺമെന്റ് ബന്ധപ്പെട്ട്. അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. പഴയ പോലെ ആളുകൾ ഈ പറയുന്ന പ്രവർത്തിക്കാൻ ആളുകളെ കിട്ടാത്ത അവസ്ഥയുണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ബംഗാളും അതുപോലെ ത്രിപുരയും ആവർത്തിക്കരുത് എന്ന് കരുതി പാർട്ടി എല്ലാ അണികളിലേക്കും എല്ലാ കീഴ്ഘടകങ്ങളിലേക്കും പുതിയ നിർദ്ദേശം പാർട്ടി കൊടുത്തിട്ടുണ്ട്. ശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട്, ശക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സകലമാന മുതലാളിമാരുടെയും കോറി മാഫിയകളുടെയും ഒക്കെ ഇടനില നിൽക്കുന്ന ഈ ഒരു ഭരണം എങ്ങനെയാണ് ഇത് തിരിച്ചു പിടിക്കുക എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരു ജിജ്ഞാസയുണ്ട് സത്യത്തിൽ. പക്ഷേ ഏറ്റവും അവസാനം എത്തുമ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെയുണ്ടല്ലോ, എല്ലാം കൈവിട്ട് പോകുന്നു എന്ന് തോന്നിയപ്പോൾ തിരിച്ചറിയുക. എന്നിട്ട് പക്ഷേ നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ജനങ്ങൾക്ക് ആ ടൈമിലെ പൊളിറ്റിക്സ് ആണ് ജനങ്ങൾ നോക്കുക. അവർക്കൊരു മറവിയുണ്ട്. ഇന്നലെ വരെ നടന്നത് എന്ത് എന്നുള്ളതല്ല, ഇന്ന് എന്താണ് എന്നാണ് ജനങ്ങൾ നോക്കുക. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു സ്കോപ്പാണ് തിരിച്ചു പിടിക്കാൻ എന്നുള്ള കാര്യത്തിൽ CPM ഉണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നൊരു വലിയ തീരുമാനത്തിലേക്ക് CPM പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.